ഹായ് ഗൈസ്. സോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വണ്ടി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും. സോ ഇതൊരു സുബർബനാണ്, അതിൻ്റെ ബാക്കിലും പക്ഷേ അത് സുബർബൻ അല്ല, അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത് അത് വേറെ വണ്ടിയാണ്, അറിയാവുന്നവർ പറയേ. ഓക്കെ, നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ വേണ്ടിയാണ് ഇന്ന് കയറിയത്. നമുക്കിതിൻ്റെ ബട്ടണും ഫീച്ചേഴ്സും വണ്ടി ഓണാക്കുമ്പോൾ ഉള്ള ഫീലും കാര്യങ്ങളൊക്കെ നോക്കാം. ഇങ്ങനെല്ലാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഷെവിയുടെ ലോഗോ, ക്ലസ്റ്റർ, ഇത് നല്ലൊരു ഇൻ്റർഫേസ് ആണ്. ഇപ്പം ഷെവിക്ക് വരുന്ന ട്രെയിൽ ബ്ലേസർ ആയാലും ട്രാക്സിനൊക്കെ ഈ ഒരു ഇൻ്റർഫേസ് ആയിരുന്നു, നല്ല രസമാണ്. ബാക്കി GMC പോലത്തെ ഇൻ്റർഫേസ് ഒന്നുമല്ല, GMC കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ ഉണ്ട്, ലെയിനിൻ്റെ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഓഫിൻ്റെ ഉണ്ട്, ഓട്ടോസ്റ്റാറ്റിൻ്റെ ഉണ്ട്, പാർക്കിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്. ഇതെല്ലാം 4 വീലിൻ്റെ ആണ്. സോ 4 വീലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 5.3 ലിറ്റർ V8 ആണ്. സ്റ്റാൻഡേർഡായിട്ട് 5.3 ലിറ്റർ ആണ് വരുന്നത്. ഇതിൻ്റെ ഹൈ കൺട്രി എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഹൈ കൺട്രി മോഡലിനകത്ത് 6.3 ലിറ്റർ V8 വരും. പിന്നെ ഇതിൻ്റെ ഡീസൽ നമുക്ക് 6 സിലിണ്ടർ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക, ഗ്യാസിൻ്റെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മൈലേജ് വരുന്ന വണ്ടി 6 സിലിണ്ടർ ആണ്. ഇതൊരു 8 സീറ്ററാണ്. ഇതിൻ്റെ ബാക്കിയുടെ സീറ്റാണ് മടക്കി വെച്ചിരിക്കുക. പക്ഷേ അത്യാവശ്യം അല്ല, വളരെ വലിയൊരു 8 സീറ്ററാണ്. ഇനിയും ബൂട്ടി ഒരുപാട് സ്പേസ് കിടപ്പുണ്ട്. 8 പേർക്ക് വളരെ സുഖമായിട്ടിരുന്ന് പോകുന്നൊരു വണ്ടിയാണ്. സോ ഇതിൻ്റെ 4 വീലിൻ്റെ ഓട്ടോ, 4 വീൽ ഹൈ, നമുക്ക് മോഡ് സെലക്ടർ, പിന്നെ നമ്മളുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിൻ്റെയും ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ യൂണിറ്റൊക്കെയാണ്. ബാക്കി നോർമൽ ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ബട്ടണാണ്, ഡ്രൈവ്. ഇത് തന്നെ മാനുവൽ ഷിഫ്റ്റിംഗ് ആണ്. എല്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് 9 ഗിയറിന് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പാക്ക്. സോ ഇതിൻ്റെ സെൻട്രലിൽ വരുമ്പോൾ നമുക്കിത് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ, AC കൺട്രോൾ യൂണിറ്റ്, നമുക്ക് റിയർ ക്ലൈമറ്റ്, റിയർ ഓണും ഓഫും ചെയ്യാൻ കഴിയുന്ന സ്വിച്ചുകളാണ്. ഹീറ്റഡ് സീറ്റ്സ് ആണ്, ഹീറ്റഡ് വെന്റിലേറ്റഡ് വരുന്നുണ്ട്. ഇത് ഇതിനകത്തൊരു കോയിൻ ഹോൾഡറാണ്, നമുക്ക് അടച്ചേക്കാം. പിന്നെ വളരെ വലിയൊരു സെൻട്രൽ കോൺസ്, നമുക്ക് ഇഷ്ടം പോലെ സാധനം പറക്കി വയ്ക്കാവുന്നൊരു സാധനമുണ്ട് ഇതിനകത്ത്. USB-യുടെ പോർട്സ് ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ USB പോർട്സ് ഉണ്ട്, സോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഹുഡിൽ, കാരണം ബൂട്ടിൽ സോക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, കാരണം അതിൻ്റെ ട്രെയിലർ അറ്റാച്ച് ചെയ്യാനും ബാക്കിയുള്ള പരിപാടിക്കുള്ള എല്ലാം ഉണ്ട്. സോ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോൾ ഇത് ക്രൂയിസിൻ്റെ കൺട്രോളാണ്. ഇത് വോയിസിൻ്റെ, നമുക്ക് മ്യൂസിക് കൺട്രോളും ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അത്രയേ ഉള്ളൂ സുബർബൻ. അത് വേറൊരു കാര്യം കൊണ്ട് ഇതിൻ്റെ ബൂട്ട് തുറക്കുന്ന സ്വിച്ചാണിത്. ഈ ബൂട്ട് തുറക്കുന്ന സ്വിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാക്സ് 3/4 ഓഫ്, മാക്സ് എന്ന് വെച്ചാൽ ഫുള്ള് തുറക്കും, 3/4 അതനുസരിച്ച് ഗ്ലാസ് മാത്രം. സോ ദാറ്റ്സ് ഓൾ ഇത് സുബർബൻ, ഷെവി സുബർബൻ. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുമ്പിലും ബാക്കിലും കാണുന്ന വണ്ടിയാണ്. കുറേ നാളായിട്ട് വിചാരിച്ച് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കയറണമെന്ന്. ഇത് ശരിക്കും ഒരു ആനയാണ്. ഇതിനകത്തിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് തോന്നുമെങ്കിലും പുറത്തുനിന്ന് നോക്കിയാൽ വലിയൊരു ആന വണ്ടിയായത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിന് ഇൻറ്റീരിയർ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞാൽ ഇതിനകത്തൊരു 5.3 ലിറ്റർ V8 ആണ് ഇരിക്കുന്നതെന്ന്. എനിക്കത്ര വിശ്വാസമില്ല, ഇതൊക്കെ പൊക്കി നോക്കാം. ഓക്കെ, ഞാൻ പറയാൻ പറഞ്ഞു, ഇതിനകത്തൊരു ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ. നമുക്ക് V8 എഞ്ചിനൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പുല്ല്. ഓക്കെ, കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ട് V8 ആട്ടോ, വിചാരിച്ചവരല്ല, അവർ പറ്റിച്ചല്ല, അത്യോ. എന്ത് 372 ഹോഴ്സ് പവർ ആയിരുന്നു, 5300 cc ആയിരുന്നൊരു V8. ഓക്കെ, ഇതിൻ്റെ വീൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് 18 ഇഞ്ച് വീൽസ് ആയിരുന്നു മിഷലിൻ്റെ. പക്ഷേ ഇതിൻ്റെ RST എന്ന് പറഞ്ഞ മോഡലിലും C71 എന്ന് പറഞ്ഞ മോഡലിലും 20 ഇഞ്ച്